നമസ്കാരം. നെതർലാൻഡ്സിന് പുറമെ അല്ലെങ്കിൽ നെതർലാൻഡ്സിന് പിന്നാലെ ബുർഖ നിരോധിക്കുന്ന മറ്റൊരു രാജ്യമായി സ്വിറ്റ്സർലൻഡ് മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ നവംബറിൽ തന്നെ രാജ്യത്ത് ബുർഖ നിരോധിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള അല്ലെങ്കിൽ ബുർഖ നിരോധിക്കുന്ന ഒരു ബില്ല് കൊണ്ടുവന്നിരുന്നു, ഒരു നിയമം പാസാക്കിയിരുന്നു. തത്വത്തിൽ അവർ ബുർഖ നവംബറിൽ തന്നെ നിരോധിച്ചു കഴിഞ്ഞു. പക്ഷേ പുതുവർഷം മുതൽ 2025 ജനുവരി മാസം മുതൽ ആ നിയമം രാജ്യത്ത് നടപ്പിലാക്കും എന്നാണ് പ്രഖ്യാപിച്ചിരുന്നത്. ഇന്നതാ ജനുവരി 1 മുതൽ സ്വിറ്റ്സർലൻഡും ബുർഖ ധരിക്കുന്നത് നിയമം മൂലം നിരോധിച്ചിരിക്കുകയാണ്. പൊതു ഇടങ്ങളിൽ മുഖം മറച്ചുകൊണ്ടുള്ള ഏതൊരു വസ്ത്രധാരണവും നടത്തുന്നത് കുറ്റകരമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് സ്വിറ്റ്സർലൻഡ്. ഇത് ലംഘിക്കുന്നവർക്ക് 1000 സ്വിസ് ഫ്രാങ്ക് ആണ് പിഴയായി ഈടാക്കുക. ഈ രീതിയിൽ കനത്ത ശിക്ഷ തന്നെയാണ്, കനത്ത പിഴയാണ് ഇത്തരത്തിൽ ബുർഖ ധരിച്ച് പൊതുരംഗത്ത് പ്രത്യക്ഷപ്പെട്ടാൽ സ്വിറ്റ്സർലൻഡ് നൽകാൻ പോകുന്നത്. സത്യത്തിൽ ഒട്ടനവധി രാജ്യങ്ങൾ ഇതിനോടകം തന്നെ ബുർഖ നിരോധനം നടപ്പിൽ വരുത്തിയിട്ടുണ്ട്. ഫ്രാൻസ് 2011 മുതൽ ബുർഖ നിരോധിച്ചിട്ടുള്ള രാജ്യമാണ്. ഫ്രാൻസും ബെൽജിയവും 2011 മുതൽ ബുർഖ നിരോധിച്ചിട്ടുണ്ട്. ഇറ്റലിയിൽ ഭാഗികമായും ബുർഖ നിരോധനമുണ്ട്. ചില സംസ്ഥാനങ്ങളിലും ചില സ്ഥലങ്ങളിലുമെല്ലാം ഇറ്റലിയിൽ ബുർഖ നിരോധനമുണ്ട്. ഓസ്ട്രിയയിൽ 2017 മുതൽ ബുർഖ നിരോധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഡെൻമാർക്കിൽ 2018 മുതൽ ബുർഖ നിരോധനമുണ്ട്. നെതർലാൻഡ്സിൽ നേരത്തെ പറഞ്ഞതുപോലെ 2019 മുതൽ ബുർഖ നിരോധിച്ചിട്ടുണ്ട്. ജർമ്മനിയിലും ഭാഗികമായ നിരോധനമാണുള്ളത്. ബൾഗേറിയയിൽ 2016 മുതൽ നിരോധിച്ചിട്ടുണ്ട് ബുർഖ. ലത്വിയയിൽ 2016 മുതൽ, ലിത്വാനിയയിൽ 2019 മുതൽ. എന്തിനേറെ പറയുന്നു, ഇന്ത്യയുടെ അയൽ രാജ്യമായ ശ്രീലങ്കയും 2019 മുതൽ ബുർഖ നിരോധിച്ചിട്ടുണ്ട്. അതായത് അവിടെ ഈസ്റ്റർ ദിനത്തിൽ നടന്ന ബോംബാക്രമണം നമ്മുടെ ശ്രദ്ധയിലുണ്ട്. അത് നമ്മൾ വിസ്മരിച്ചിട്ടില്ല. അത്രയും ക്രൂരമായ ഒരു ആക്രമണത്തിന് ശേഷം ശ്രീലങ്കയ്ക്കും ബോധോദയം വന്നു കഴിഞ്ഞു. ശ്രീലങ്ക ബുർഖ 2019 മുതൽ നിരോധിച്ചിരിക്കുകയാണ്. ഇതിനു പുറമെ ഇത്തരത്തിൽ മുഖം മറയ്ക്കുന്ന രീതിയിലുള്ള വസ്ത്രധാരണത്തിന് നിരോധനം ഇതിനോടകം തന്നെ നിർദ്ദേശിച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ ഇതിനോടകം തന്നെ ചില നിയന്ത്രണങ്ങൾ നിലവിൽ വന്നിട്ടുള്ളതോ ആയ രാജ്യങ്ങൾ, പൂർണ്ണമായിട്ടും നിരോധിച്ചിട്ടില്ല എങ്കിൽ കൂടി ചില നിയന്ത്രണങ്ങൾ നിലവിൽ വന്നിട്ടുള്ളതായ രാജ്യങ്ങളുണ്ട്. അത് ഓസ്ട്രേലിയ, UK, അതുപോലെ തന്നെ കാനഡ, നോർവേ, പോളണ്ട് തുടങ്ങിയ രാജ്യങ്ങളിൽ ഇപ്പോൾ തന്നെ ചില നിയന്ത്രണങ്ങൾ ബുർഖ നിരോധിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ട്. ലോകത്ത് ഇത്രയധികം രാജ്യങ്ങൾ, ഈ രാജ്യങ്ങളിലെല്ലാം നല്ലൊരു ശതമാനം മുസ്ലിം ജനസംഖ്യയുള്ള രാജ്യങ്ങൾ കൂടിയാണ്. ഭീകരാക്രമണങ്ങളടക്കം ഈ രാജ്യങ്ങളിൽ നടന്നിട്ടുണ്ട്. ഇതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ബുർഖയെ ഇവർ നിരോധിച്ചിരിക്കുന്നത്. ഇത്തരം രാജ്യങ്ങളിലെല്ലാം ഒരു മത തീവ്രവാദത്തിൻ്റെ ചിഹ്നമായിട്ടാണ്, അതായത് മതമൗലികവാദത്തിൻ്റെ ചിഹ്നമായിട്ടാണ്, റാഡിക്കലൈസേഷൻ്റെ ചിഹ്നമായിട്ടാണ് ഈ ബുർഖയെ ആളുകൾ കാണുന്നത്. അതായത് ഒരു സമൂഹത്തെ മത തീവ്രവാദവൽക്കരിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള വസ്ത്രധാരണങ്ങൾ കൂടി വരും. കേരളത്തിലടക്കം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് മുമ്പ് ഇത്തരം ബുർഖകൾ അത്രത്തോളം കേരളത്തിലടക്കം വ്യാപകമായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ചില ജില്ലകളിൽ വളരെ വ്യാപകമായി തന്നെ ഈ ബുർഖാധാരണം നടക്കുന്നുണ്ട്. മാത്രമല്ല, ബുർഖ ധരിച്ചില്ല എങ്കിൽ അവർക്കെതിരെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തുന്ന ചില സംഭവങ്ങളും ഇന്ത്യയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ യൂണിഫോമുകൾക്ക് പോലും അതീതമായി ഈ ബുർഖ ധരിക്കണം, ഹിജാബ് ധരിക്കാനുള്ള അവകാശം വേണം എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരങ്ങളും ഇന്ത്യയിലടക്കം നടന്നിട്ടുണ്ട്. പക്ഷേ ഇറാൻ പോലുള്ള രാജ്യങ്ങളിൽ ബുർഖ ധരിക്കുന്നത് നിർബന്ധമാക്കിയിട്ടുണ്ട്. അത്തരം നിർബന്ധമാക്കിയിട്ടുള്ള രാജ്യങ്ങൾക്കെതിരെ സ്ത്രീ സ്വാതന്ത്ര്യ പ്രവർത്തകർ സമരത്തിലും ആണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ 2025 എത്തുമ്പോഴും ഒട്ടനവധി രാജ്യങ്ങൾ ബുർഖ നിരോധിച്ചു കഴിയുമ്പോൾ, അതായത് മത തീവ്രവാദത്തിൻ്റെ ചിഹ്നമായി അവർ അതിനെ കാണുമ്പോൾ ഇന്ത്യയിലടക്കം ഇനിയും ബുർഖ നിരോധനം വരേണ്ടതുണ്ട്. പക്ഷേ ബുർഖ നിരോധനത്തിലേക്ക് ഇപ്പോൾ ഇന്ത്യ കടക്കുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. പക്ഷേ ലോകത്തിലെ പല പ്രധാനപ്പെട്ട രാജ്യങ്ങളും ഈ വസ്ത്രത്തെ മത തീവ്രവാദത്തിൻ്റെ പ്രതീകമായി കണ്ട് നിരോധിച്ചിരിക്കുകയുമാണ്. അതിലേറ്റവും ഒടുവിലത്തെ കണ്ണിയാണ് സ്വിറ്റ്സർലൻഡ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Attigal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram.